പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു മാസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ചയുടെ പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ പാടുവാനും സ്തുതിപ്പാനും എല്ലാം അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്കായിരിപ്പാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ച് ഈ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. അനേകർ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കൊള്ളാകുന്നവരും ഉണ്ടായിരിക്കെ അവരോടൊന്നും തോന്നാത്തതായിട്ടുള്ള കരുണ പാപികളും ദോഷികളുമാകുന്ന നമ്മോട് കാണിച്ചതായിട്ടുള്ള കൃപയ്ക്കായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചു. ദൈവത്തിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുന്നതായിട്ടുള്ള എല്ലാവരും തന്നെ അനവധി വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും. ദൈവസന്നിധിയിൽ പാട്ടുകാരൻ പാടുന്നു, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തതായത് എനിക്ക് എത്ര ആനന്ദം. അപ്പോൾ ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടുന്നവരാണ്. എന്നാൽ പല വീഴ്ചകളും കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഇന്നലേക്കാൾ ഇന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നാം അടുത്തു എന്നറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റവും അധികം ചേർന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനം നാം ശ്രദ്ധ വെച്ച് കേൾക്കുകയും ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതിക്കൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വീഴ്ചകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിശക്തമായ ചൂടായിരുന്നു കഴിഞ്ഞ മാസം. എന്നാൽ ദൈവസന്നിധിയിൽ മഴ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ധാരാളം മഴ നൽകി, ഒരു കുറവും കൂടാതെ ദൈവം നമ്മെ വഴി നടത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മഴക്കെടുതികളാൽ നാശം വിതയ്ക്കാതെ വണ്ണം ഇനിയുള്ള മാസങ്ങളിൽ ദൈവമേ നീ പ്രവർത്തിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. വിലാപങ്ങൾ എന്ന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാ പ്രവാചകൻ എഴുതിയതായ ദൈവത്തിൻ്റെ വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യിരെമ്യാവിൻ്റെ പുസ്തകവും വിലാപങ്ങൾ എന്ന പുസ്തകവും എഴുതിയത് യിരെമ്യാ പ്രവാചകനാണ്. വിലാപങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കണ്ണുനീര് എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ യിരെമ്യാവ് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നതായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യെരൂശലേമിനെ കുറിച്ച് കരയുന്നതായ യിരെമ്യാ പ്രവാചകൻ. എന്തുകൊണ്ടാണ് യെരൂശലേമിനെ കുറിച്ച് കരയുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അനവധി പദ്ധതികളുള്ള ഒരു നഗരമാണ് യെരൂശലേം എന്ന നഗരം. ദൈവത്തിൻ്റെ ആലയമുള്ള നഗരമാണ്. ദൈവത്തിന് അനവധി പദ്ധതികളും പരിപാടികളും ഉദ്ദേശിച്ചിട്ടുള്ളതായ ഒരു സ്ഥലമാണ് യെരൂശലേം എന്നുള്ളത്. ആ യെരൂശലേമിലായിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നവർ പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ
അവരുടെ നാശത്തെ കണ്ട് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ് ആ വാക്യം? ഒരിക്കൽ കൂടി വായിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ് യിരെമ്യാവിൽ കാണുവാനായിട്ട് കഴിയുന്നത്. മക്കളെ പലവട്ടം ഉപദേശിച്ചിട്ടും മക്കൾ ശരിയാവാതെ കണ്ണുനീരോടെ അവരെ നോക്കി കരയുന്നതായിട്ടുള്ള ഒരു മാതാവിൻ്റെ വേദനയോടുകൂടിയാണ് പ്രിയ ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നു. യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞതായിട്ട്. നാം എവിടെ നോക്കുകയാണെങ്കിലും നശിച്ചു പോകുന്നവരെ ഓർത്ത് കരയുന്നതായ യേശുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് വിരോധികളായി നടക്കുന്നു എന്ന് ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ഒരു കരച്ചിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എല്ലാവിടെയും കാണുവാനായിട്ട് കഴിയും. ഈ ആലയത്തിലും അതുപോലെ ദൈവത്തിൻ്റെ ദാസൻ അനവധി വട്ടം ഉപദേശിച്ചിട്ടും നമ്മളാരും ശരിയാകാത്തതിൻ്റെ വേദനയിൽ ദൈവത്തിൻ്റെ ദാസൻ പലപ്പോഴും കരഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകണമേ. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ കഷ്ടതയിലായിരുന്നു, കണ്ണുനീരിലായിരുന്നു, വേദനയിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു. എന്നാൽ നമുക്കൊരു നല്ല കാലമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ആ കഷ്ടതയിലും കണ്ണുനീരിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഷ്ടത മാറി, വേദനകൾ മാറി, പ്രയാസങ്ങൾ മാറി, ഇന്ന് നാം സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പണ്ടത്തെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നതായ ഒരു സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതായിട്ടുള്ള നമ്മളെല്ലാവരും പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ ഉണ്ടായതായ ഒരു സന്തോഷം, രണ്ടാമത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കഷ്ടതയിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ഉണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയും? നമുക്കെല്ലാവർക്കും പറയുവാനായിട്ട് കഴിയുന്നത് ഒറ്റ കാര്യമാണ്, ദൈവമേ, ഞങ്ങൾ പിന്മാറ്റത്തിലാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് പിന്മാറിപ്പോകേണ്ടതിനല്ല, നാം മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ, ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് മടങ്ങിപ്പോകുവാൻ സാധ്യമല്ല. ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്ത് നിന്ന് കയറ്റിവിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ രാജ്യത്തിലേക്ക് പോകുവാനായിട്ട് സാധ്യമുള്ളതല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ തിരിച്ചു വരുവാനുള്ളൊരു അവസരമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ജീവനോടുകൂടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും മടങ്ങി വരേണ്ടതിനുമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നശിച്ചു പോകുവാനല്ല, നാം മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും പിന്മാറിപ്പോകാതെ, പുറകിലേക്ക് പോകാതെ, ലക്ഷ്യം വെച്ച ലാക്കിലേക്ക് നോക്കി ഓടി വിരുദ് പ്രാപിക്കണം. അതിനാണ് ഇന്ന് പകൽക്കാലം ഈ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
നമ്മുടെ പടകിൽ സർവശക്തനായ ദൈവമുണ്ട്. പടകിൽ ദൈവം ഉറങ്ങുകയാണ് എന്ന് മാത്രം, നമ്മുടെ പടകിൽ സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്ന് ജീവനോടുകൂടി ഇരിക്കുന്നത്. അനേക ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, കൊള്ളാകുന്നവരുണ്ടായിട്ടും അവരോടൊന്നും തോന്നാത്തതായിട്ടുള്ള കരുണ നമ്മോട് കാണിച്ചത് നമ്മുടെ പടകിൽ സർവശക്തനായ ദൈവം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഉറങ്ങിക്കിടക്കുന്നതായ യേശുവിനെ ഇന്ന് നാം ഉണർത്തേണം. യേശുവിനോടൊപ്പം നാം യാത്ര ചെയ്യണം. പിന്മാറ്റമെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ. നിന്നെ അമിതമായി സ്നേഹിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്നെ പൂർണ്ണമായി വിശ്വസിപ്പാൻ, നിന്റെ വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ, നിന്റെ കൽപ്പനകളെല്ലാം പ്രമാണിപ്പാൻ, നിന്റെ സാക്ഷിയായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഹല്ലേലൂയ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. അതിന് താഴ്ത്ത വാക്യം കൂടി, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തേണമേ. യിരെമ്യാ പ്രവാചകൻ തൻ്റെ മക്കളെ ഓർത്ത്, ദൈവജനത്തെ ഓർത്ത് കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുന്നതായിട്ടുള്ള വചനമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അപ്രകാരം ഇന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാനാണ് ഈ ആലയത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കൊണ്ടുവന്നത്. എവിടെയാണ് നമുക്ക് വീഴ്ചകൾ വന്നത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് നാം അകന്നു പോയത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. എന്താണ് പിന്മാറ്റം? എന്താണ് പുറകിലേക്ക് പോയത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് നാം അകന്നു പോയത്. ഏതിൽ നിന്നാണ് നാം വീണത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് നാം വീണത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്നുള്ളതാണ്. അതിനർത്ഥം സ്നേഹത്തിൽ കവിഞ്ഞൊന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും അതുതന്നെയാണ്. നിന്റെ ദൈവവുമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത് എഴുതിയിരിക്കുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇതിൽ സകല ന്യായപ്രമാണവും കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം പൂർണ്ണ ഹൃദയത്തോടെയും മനസ്സോടെയും ആത്മാവോടെയും ശക്തിയോടെയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമസൃഷ്ടികളെ, ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള മക്കളെ, ഈ ലോകത്തിലായിരിക്കുന്നതായിട്ടുള്ള മക്കളെ, നമ്മോടൊപ്പം ആരാധിക്കുന്ന ഇടവും വലവുമായിരിക്കുന്നതായിട്ടുള്ള ദൈവജനത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ചോദിക്കുന്നത്. എന്താണ് നമുക്ക് മറുപടി പറയുവാനായിട്ട് കഴിയുക? മറുപടി പറയുവാനായിട്ടുള്ളത്, വീഴ്ചകൾ വന്നുപോയി, കുറവുകൾ വന്നുപോയി, സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി, ദൈവമേ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞുപോയി, ഞങ്ങൾ പിന്മാറ്റത്തിലായിരിക്കുന്നു, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുവാനല്ലാതെ ഞാനായി തീർന്നു എന്ന് പറയുവാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. സർവശക്തനായ ദൈവമാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നമ്മെ അറിയുന്നവനും നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നവനും നമ്മുടെ വഴികളെല്ലാം അറിയുന്നവനും നമ്മെ മനസ്സിലാക്കിയവനും ദൂരത്തുനിന്ന് നമ്മുടെ നിരൂപണങ്ങളെല്ലാം ഗ്രഹിക്കുന്നവനുമായ ജീവനുള്ള ദൈവമാണ് നമ്മോട് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് കാണുവാനായിട്ടുണ്ട്. ദൈവം വിളിച്ചു വേർതിരിച്ചതായിട്ടുള്ള പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചതായിട്ടുള്ള മുക്കുവനായ പത്രോസിനോടും യേശു ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം ഇപ്രകാരമാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ ദൈവം ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ചോദിക്കുന്നതായ ആ ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം വിളിച്ചു വേർതിരിച്ചതായ അനവധി വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ വചനമെടുത്ത് മുന്നോട്ട് പോകുന്ന, കർത്താവിൻ്റെ സാക്ഷിയായി അപ്പോസ്തലൻ എന്ന പേരോടുകൂടെ വിളിക്കപ്പെട്ടതായിട്ടുള്ള നമ്മോട് ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. യേശു അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇപ്രകാരം പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നമുക്കത് പറയുവാനുണ്ടോ? പ്രിയമുണ്ട് എന്ന് പറയുവാനുണ്ടോ? ദൈവത്തെക്കാൾ അധികമായി നാം മറ്റു പലതിനെയും പ്രിയപ്പെടുന്നവരല്ലേ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണോ? ദൈവം നമ്മോട് കാണിച്ചതായിട്ടുള്ള സ്നേഹം തിരിച്ച് നാം ദൈവത്തോട് കാണിക്കുന്നവരാണോ? ഒരംശം പോലും കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചതായിട്ടുള്ള പത്രോസ് പ്രകാരം പറയുന്നു, എനിക്ക് സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് നിന്നോടൊരൽപ്പമായി പ്രിയമുണ്ട്. രണ്ടാമത് യേശു അവനോട് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നോ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമത് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവേ, നീ സകലതും അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പത്രോസിനെ പോലെ സമ്മതിക്കുന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ അറിയുന്നു എന്ന് പറഞ്ഞു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവൻ സകലതും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കണം, ദൈവമേ, നീ എന്നെ അറിയുന്നു. എൻ്റെ സ്നേഹം കുറഞ്ഞത് നീ അറിയുന്നു, എൻ്റെ വിശ്വാസം കുറഞ്ഞത് അറിയുന്നു, എൻ്റെ സുവിശേഷ വേല കുറഞ്ഞത് നീ അറിയുന്നു, എൻ്റെ സമർപ്പണം കുറഞ്ഞത് അറിയുന്നു, എൻ്റെ മറ്റുള്ളവരോടുള്ള സ്നേഹം കുറഞ്ഞത് ഞാൻ അറിയുന്നു, നീ അറിയുന്നു. എല്ലാം എന്നോട് ക്ഷമിക്കണമേ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. വ്യാജമില്ലാത്തതായിട്ടുള്ള സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഇന്ന് നമുക്കും വേണ്ടത് വ്യാജമില്ലാത്തതായിട്ടുള്ള സ്നേഹമാണ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മെ ഉപദേശിക്കുന്നത്, തിന്മയായുള്ളതിനെയെല്ലാം വെറുക്കണം, നല്ലതിനോട് പറ്റിക്കൊള്ളണം. ആരാണ് നല്ലവൻ? അത് സർവശക്തനായ യേശു മാത്രമാണ്. യേശുവിനോട് പറ്റിക്കൊള്ളണം. ലോകത്തോടല്ല ചേരേണ്ടത്, മനുഷ്യരോടല്ല നീ ചേരേണ്ടത്, സ്ഥാനമാനങ്ങളല്ല നീ ആഗ്രഹിക്കേണ്ടത്. യേശുവിനോട് നീ പറ്റിച്ചേർന്ന് ജീവിക്കുന്നവനായിരിക്കണം. അവനുമായി പറ്റിച്ചേരുന്നവനോ ഏക ശരീരമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അപ്പോൾ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഓരോരുത്തൻ തന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠരെന്നെണ്ണണം. ഇന്ന് നമുക്കതിന് കഴിയുന്നുണ്ടോ? ഞാനാണ് ഒന്നാമൻ, ഞാനാണ് ശരി, ഞാനാണ് കൊള്ളാകുന്നവൻ എന്നുള്ള ചിന്തകളല്ലേ നമുക്ക്? ഞാൻ ശരി, അവൻ കൊള്ളരുതാത്തവൻ; ഞാൻ നീതിമാൻ, അവൻ അനീതിയുള്ളവൻ; ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ, എന്നെ പോലെ അവൻ പ്രാർത്ഥിക്കാത്തവൻ; പരീശനെ പോലെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരല്ലേ നമ്മൾ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, സഹോദര പ്രീതിയിൽ അന്യോന്യം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ടുകൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്നതായുള്ള കുറവതാണ്.
സഹോദരനെ ബഹുമാനിക്കുക, സഹോദരനെ സ്നേഹിക്കുക, എന്നേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്ന് എണ്ണുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്. അതാണ് ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. അവിശ്വാസം വന്നാൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയും. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നിന്നും അനേകർ പോകുവാനുള്ള കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ അവിശ്വാസം വന്നതുകൊണ്ടാണ്. അവിശ്വാസം വന്നാൽ പറഞ്ഞത് ദൈവമാണോ, പ്രവർത്തിക്കുന്നത് ദൈവമാണോ, ഇവിടെ ആയിരിക്കുന്നത് ദൈവമാണോ, ഇവിടെ ജനത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണോ എന്നുള്ള അവിശ്വാസം വന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നിങ്ങൾ നോക്കിക്കൊള്ളണം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഹൃദയം അത് ദുഷ്ടഹൃദയമാണ്. അത് നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അതിന്റെ താഴത്തെ വാക്യങ്ങൾ വായിക്കാം. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറയത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. അതിനർത്ഥം ചതിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നമ്മെ ചതിക്കുവാൻ ഏത് സമയത്തും പിശാചുണ്ട്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെടുന്നു. ഏത് നേരത്തും ഇടർച്ച വയ്ക്കുവാൻ പിശാച് കൂടെയുണ്ട്. അതുകൊണ്ട് ചതിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അവനോട് ചേർന്നിരിക്കണമെങ്കിൽ, അവനോട് പങ്കാളികളായി തീരണമെങ്കിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഇന്ന് പകൽക്കാലം 2 കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. രണ്ടാമത്തെ കാര്യം, ആദ്യ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 2 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ദൈവത്തോട് ചേർന്നവനാണ്. ഇന്ന് ഈ 2 വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കണം. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി അതേപോലെ വിശ്വസിക്കുന്നവരായിരുന്നു നമ്മളെല്ലാവരും. എന്നാൽ ഇപ്പോൾ പലർക്കും ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവം ആവശ്യപ്പെടുന്നത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് മാത്രമല്ല, ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്മാറിപ്പോകരുതേ. ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും ആദ്യ സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം ഒന്നാമത് നമ്മെ പഠിപ്പിച്ചത് ദൈവ സ്നേഹത്തിൽ നിന്ന് നാം വീണു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ വചനത്തിൽ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. നീ എന്താണോ ആദ്യം ചെയ്തത് അത് നീ അവസാനത്തോളം ചെയ്യണം. നീ എന്താണോ ആദ്യം വിശ്വസിച്ചത് ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. നീ ആദ്യം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, കർത്താവിൻ്റെ വേലയിൽ, ആരാധനയിൽ, വിശ്വാസത്തിൽ, ജീവിതത്തിൽ എന്തെല്ലാം നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അത് നിന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം.
അല്ല ഞാൻ വരികയും മാനസാന്തരപ്പെടാഞ്ഞാൽ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യവർഗത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള നമുക്ക് എത്ര പേർക്ക് പരസ്പര സ്നേഹമുണ്ട്? ദൈവത്തോട് സ്നേഹമുണ്ടോ? ദൈവജനത്തോട് സ്നേഹമുണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തെ വിശ്വസിക്കുന്നുണ്ടോ? ആരാധന വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനായിട്ടുണ്ട്. ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. സ്നേഹം തണുത്തു പോകുവാനുള്ള കാരണം അധർമ്മം പെരുകുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അധർമ്മം പെരുകുന്നു. ദൈവത്തെക്കാൾ അധികമായി നാം പിശാചിന് ഇടം കൊടുക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി നാം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി നാം കാണപ്പെടുന്നതിനെ സ്നേഹിക്കുന്നു. എന്നാൽ സ്നേഹം കുറഞ്ഞു പോയാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നത് മടങ്ങി വരിക എന്നുള്ളത്, ആവശ്യപ്പെടുന്നത് സ്നേഹത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിനപ്പുറമായി യാതൊന്നുമില്ല. ഇവിടെ സ്നേഹമാണ് ദൈവം നമ്മയോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ നാം സ്നേഹമുള്ളവരായിരിക്കണം. നാം പാടി ഭിന്നത വെടിയാം, ഒന്നാകാം, ഉന്നത ചിന്തയോടുണർന്നിടാം, മന്നവനെ നമുക്ക് എതിരേൽക്കാം. അപ്പോൾ ഭിന്നത വിട്ട്, ഭിന്നപക്ഷങ്ങൾ വിട്ട്, ഞാൻ എന്ന ഭാവം വിട്ട്, എൻ്റേതെന്ന ഭാവം വിട്ട്, എനിക്ക് കഴിയുമെന്ന ഭാവം വിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുക, മന്നവനെ എതിരേൽക്കുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ദോഷത്തെ വെറുക്കുന്നവരായിരിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം ദോഷത്തെ വെറുക്കുക എന്നുള്ളതാണ്. എന്താണ് ദോഷം? ദൈവത്തിൻ്റെ വചനത്തിനപ്പുറമായി പ്രവർത്തിക്കുന്നതെല്ലാം ദോഷമാണ്. ആ ദോഷമായതിനെല്ലാം വിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട്. ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് മനസ്സലിവുള്ളവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കണം, സൗമ്യതയുള്ളവരുമായിരിക്കണം. എന്നാൽ അതിന്റെ താഴത്തേക്ക് ഓടിച്ചു വായിക്കാം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനേക്കാൾ ഉപരിയായ ഒന്നുണ്ട്, അത് സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ ധരിക്കുന്നവരായിരിക്കണം. അതിന്റെ താഴത്തെ വാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിപ്പിൻ. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേക ശരീരങ്ങളായിട്ടല്ല, ഏക ശരീരമായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ശരീരമാകുന്ന സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ അവസാനത്തോളം ഏക മനസ്സോടെ, ഏകാത്മാവോടെ, ഏക സ്നേഹത്തോടെ ഒന്നായി ദൈവസന്നിധിയിലായിരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന്
മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. സ്നേഹത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. വിശ്വാസത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. താഴ്മയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏക മനസ്സുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവേ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ആരുടെ അടുക്കിലേക്കാണ് മടങ്ങി വരേണ്ടത്? ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ബാക്കിയെല്ലാം ദൈവം ശരിയാക്കി തരും. ദൈവത്തിങ്കലേക്കാണ് മടങ്ങി വരേണ്ടത്. അവൻ നമ്മെ വിളിക്കുന്നു, മകനെ മകളെ എന്ന് പറഞ്ഞ് അവൻ വിളിക്കുന്നു. അവൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. മുടിയനായ പുത്രനെ പോലെ, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് മുടിയനായ പുത്രൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ മാർവോട് ചേർക്കുന്നവനും നമ്മെ ഉമ്മ വയ്ക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും തൻ്റെ പ്രിയമകനായി കൈക്കൊള്ളുന്നവനുമാകുന്നു. അതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള മടങ്ങി വരുവനായി കാത്തിരിക്കുന്നവനാണവൻ. ഇന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കാത്തിരിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ ദൈവം കാത്തിരിക്കുന്നു. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം കാത്തിരിക്കുന്നു. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ. എന്നാൽ എന്തിനു വേണ്ടിയാണ് മടങ്ങി വരുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകണമേ. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ദൈവം ഇന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പരീശനെ പോലെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ഞാൻ ഈ നിൽക്കുന്നതായിട്ടുള്ള ചുങ്കക്കാരനെ പോലെ അല്ലായെങ്കിൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നുള്ള പ്രാർത്ഥനയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തിയുള്ള പ്രാർത്ഥന. തന്നെത്താൻ താഴ്ത്തി എങ്കിലേക്ക് മുഖം തിരിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം തരും. ഇന്ന് നമ്മുടെ ദേശങ്ങൾക്കെല്ലാം സൗഖ്യം വരണം. ഇന്ന് നമ്മുടെ ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് നമ്മുടെ ജില്ല അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് നമ്മുടെ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. അതെല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, സൗഖ്യം വരണമെങ്കിൽ, സമാധാനം വരണമെങ്കിൽ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നതാണ് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശത്തിന് സൗഖ്യം വരാതിരിക്കുന്നത്, നമ്മുടെ ദേശത്ത് സമാധാനം വരാതിരിക്കുന്നത്, നമ്മുടെ ജില്ലയിൽ സംസ്ഥാനത്തിൽ സമാധാനം വരാതിരിക്കുന്നത് നാം ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പ്രാർത്ഥനാ ദിവസമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? അനേക ആവശ്യങ്ങൾ പറയുവാനല്ല, നമ്മെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ, നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, പഴയ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേശങ്ങൾക്ക് തീർച്ചയായും സൗഖ്യം വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഏത് സ്ഥലത്ത്
യഹോവയുടെ ആലയത്തിൽ ഈ സ്ഥലത്ത് ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തെരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എന്റെ ഹൃദയവും ദൃഷ്ടിയും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയതുപോലെ ശലോമോന്റെ ആലയത്തിന് സദൃശ്യമായി ദൈവം ഒരുക്കിയതായ ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ഈ ആലയത്തിൽ ആരാധിക്കുക എന്നുള്ളത് നമുക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരൊറ്റ കുറവ് മാത്രമേ നമുക്കുള്ളൂ, തന്നെത്താൻ താഴ്ത്തി നിലവിളിക്കുന്നില്ല എന്നുള്ള കുറവ്, ദുർമാർഗങ്ങൾ വിട്ടുതിരിയുന്നില്ല എന്നൊരു കുറവ്. അത് വിട്ടുതിരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ നിലവിളി കേൾക്കുവാൻ എപ്പോഴും ഈ ആലയത്തിൽ സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. എപ്പോഴുമുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഈ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തെരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുത്തത് ദൈവമാണ്, വിശദീകരിച്ചതും ദൈവമാണ്. മനുഷ്യനല്ല വിശദീകരിച്ചത്, തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ് തെരഞ്ഞെടുത്തത്, ദൈവമാണ് വിശദീകരിച്ചത്. രണ്ടാമത്തെ കാര്യം, എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. നിങ്ങൾ ആര് പോയാലും ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയം എപ്പോഴും ഇവിടെ ഇരിക്കും. അതിനർത്ഥം ആരവനെ വിശ്വസിക്കുന്നുവോ, ആരവനെ സ്നേഹിക്കുന്നുവോ, ആരവനെ ആരാധിക്കുന്നുവോ, ആര് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നുവോ അവരോടുകൂടെ സർവശക്തനായ ദൈവമുണ്ട്. അതിന്റെ താഴ്ത്ത വാക്യം കൂടി വായിക്കാം. നീയോ നിന്റെ അപ്പനായ ദാവീദ് നടന്നുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും. അത് വേണ്ട, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യനെയല്ല, സർവശക്തനായ ദൈവത്തെയാണ്. ദൈവം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചതായ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യനെയല്ല നോക്കേണ്ടത്, ലോകത്തെയല്ല നോക്കേണ്ടത്, ഇടവും വലവും ഇരിക്കുന്നവരെയല്ല നോക്കേണ്ടത്, നമ്മുടെ മുമ്പിലായിരിക്കുന്ന അനേകരെയല്ല നോക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നോക്കിയാൽ വിരുദ്ധ പ്രാപിപ്പാനായിട്ട് കഴിയും. നിന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇത് ജീവനുള്ള ദൈവം വിശദീകരിച്ച ദൈവത്തിന്റെ ആലയമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അവന്റെ ആലയത്തിൽ ആരാധിക്കുന്നുവെങ്കിൽ, അവൻ നിങ്ങൾക്ക് സ്വർഗരാജ്യം തരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയുണ്ട്. 106 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 106 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും, നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും, നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്. ഒന്നാമത്തെ കാര്യം, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കുറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വായിക്കുന്നത് ഇപ്രകാരമാണ്, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്. തിരഞ്ഞെടുത്തവരുടെ കുറ്റമല്ല, നന്മയാണ് കാണേണ്ടത്. ഇന്ന്
നമ്മുടെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള വീഴ്ചകൾ, അതാണ് തിരഞ്ഞെടുത്തവരുടെ കുറ്റം. മോശയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ ഇപ്രകാരം പറഞ്ഞു: ഇവൻ മാത്രമാണോ വലിയ പ്രവാചകൻ? ഇവൻ മാത്രമാണോ ദൈവത്തെ കണ്ടിട്ടുള്ളവൻ? ഇവൻ ദേഷ്യപ്പെട്ടവനല്ലേ? പാപം ചെയ്തവനല്ലേ? കൽപ്പലകളെ എറിഞ്ഞുടച്ചവനല്ലേ? എന്നനേകർ അവനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഈ ദൈവം അവനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനാണ്. ഞാൻ അവനോട് അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായും മുഖാമുഖമായും സ്പഷ്ടമായിട്ടും ഞാൻ അവനോട് സംസാരിച്ചു. ഭൂതലത്തിൽ ഏറ്റവും സൗമ്യനായ എൻ്റെ ദാസൻ എന്നാണ് മോശയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം ഇസ്രായേൽ മക്കളെ പോലെ കുറ്റങ്ങൾ കാണുന്നവരായിട്ടല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. നീ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണേണ്ടതിന്. അതിനർത്ഥം ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന, ആരാധിക്കുന്ന, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ദൈവം തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് ആ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും, രണ്ടാമത്തെ കാര്യം, ജനത്തിന്റെ സന്തോഷത്തിൽ നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും. അപ്പോൾ ജനത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? അവർ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള ജനമെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. അതേപോലെ വർഷത്തിൽ ഒരിക്കൽ ദൈവത്തിന്റെ ആലയത്തിൽ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ ജനം വളരെയധികം സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ കുഞ്ഞുമക്കൾക്ക് നൽകുമ്പോൾ ദൈവത്തിന്റെ ജനം വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവരുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കണം. അപ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരുന്നവരുടെ സന്തോഷമാണ് നമുക്ക് വലുത്. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ പലരും പറയുന്നത് അത് ലോകത്തിന്റെ സന്തോഷമാണ്, അതായത് ജഡത്തിന്റെ സന്തോഷമാണ്. അല്ല, ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള മക്കൾ അവരുടെ കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും അവരുടെ അധ്വാനത്തിൽ നിന്നും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഓഹരിയാണ് ഈ ആലയം നടത്തപ്പെടുന്നത്. അല്ലാതെ മറ്റ് യാതൊന്നുമല്ല. അവർ തരുന്നത് സന്തോഷത്തോടു കൂടിയാണ്. എന്തിനാണ് അവർ തരുന്നത്? ദൈവത്തിന്റെ ആലയത്തിലാണ് അവർക്ക് സന്തോഷം. അവരുടെ ഭവനത്തിൽ സന്തോഷമില്ല, അവരുടെ ബന്ധുമിത്രാദികളിൽ സന്തോഷമില്ല, പരീക്ഷക്കാരുടെ മധ്യത്തിൽ സന്തോഷമില്ല. അവർക്കൊരൊറ്റ സന്തോഷമേ ഉള്ളൂ, ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ഏറ്റവും മനോഹരമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ കക്കൂസ് ഉണ്ടാക്കുന്നു, ദൈവജനം സന്തോഷിക്കണം. ഇത്രയും നാൾ അവർ ദുഃഖത്തോടു കൂടിയാണ് ബാത്റൂമിൽ പോയത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിരിക്കുന്നതായിട്ടുള്ള ബാത്റൂം. എന്നാൽ അവർ ഇനി ആലയത്തിൽ വരുമ്പോൾ അവർ സന്തോഷത്തോടുകൂടെ കടന്നു വരും. അതുപോലെ ദൈവത്തിന്റെ ആലയം വിസ്തീർണമാകുമ്പോൾ ജനത്തിന് സന്തോഷമാണ്. ജനത്തിന്റെ സന്തോഷത്തിലാണ് നാം സന്തോഷിക്കേണ്ടത്. നാം സന്തോഷമുണ്ടാക്കിയല്ല സന്തോഷിക്കേണ്ടത്, ദൈവജനത്തിന്റെ സന്തോഷത്തിലാണ് നാം സന്തോഷിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടത്. നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിന്. എന്താണ് ദൈവത്തിന്റെ അവകാശം? ദൈവത്തിന്റെ ആലയമാണ് അവന്റെ അവകാശം. രണ്ട്, ദൈവത്തിന്റെ മക്കളാണ് നമ്മുടെ അവകാശം. അപ്പോൾ ദൈവത്തിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിന്. അതിനകത്ത് നമ്മുടെ ഒരു പുകഴ്ചയുമില്ല, നമ്മുടെ ഒരു മഹത്വവുമില്ല, നമ്മുടെ ഒരു ശ്രേഷ്ഠതയുമില്ല. ദൈവജനത്തോടുകൂടിയാണ് പുകഴേണ്ടത്. അതിനർത്ഥം ദൈവവും ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ജനവുമാണ് ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം, അല്ലാതെ മറ്റ് യാതൊന്നുമല്ല. അതുകൊണ്ട് നിന്റെ അവകാശത്തോടുകൂടെ, അതിനർത്ഥം ദൈവം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചതായ അവന്റെ ആലയത്തോട് ചേർന്ന് പുകഴണം. ഓരോരുത്തരും സ്വന്തം വഴിയിൽ കൂടെ പോയി സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോടുകൂടെ എന്ന് പറയുന്നതല്ല
ദൈവത്തിന്റെ ആലോചന ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. അവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം. ഈ ആലയം സ്ഥാപിച്ചത് ആരോടുള്ള കടാക്ഷപ്രകാരമാണ്? ജനത്തോടുള്ള, ലോകത്തിലായിരിക്കുന്ന സകല ജനത്തോടുമുള്ള കടാക്ഷപ്രകാരമാണ് ദൈവം ഈ ആലയം സ്ഥാപിച്ചത്. അതിൽ യാതൊരു സംശയവുമില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലയം, ദൈവജനത്തിന് വേണ്ടി കടാക്ഷിച്ച് നൽകിയതായ ദൈവത്തിന്റെ സന്നിധിയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ജനത്തോടുള്ള കടാക്ഷപ്രകാരം, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നിന്റെ ജനത്തെ ഓർത്ത് അവരിൽ ഒരുവനായി എന്നെയും നീ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ. അതിനർത്ഥം ദൈവത്തിന് ദൈവജനത്തെക്കാൾ അപ്പുറമായി യാതൊന്നുമില്ല. ദൈവം എന്തിനാണ് മോശയെ തിരഞ്ഞെടുത്തത്? എന്തിനാണ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത്? എന്തിനാണ് മോശയെ കഷ്ടത്തിൽ കൂടെ കടത്തിവിട്ടത്? ഒരൊറ്റ കാര്യത്തിന്: എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരെ രക്ഷിപ്പാൻ ഞാനിതാ താഴ്ന്നിറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് മോശയെ നീ ഫറവോന്റെ അടുക്കിലേക്ക് ചെല്ലുക. അതിനർത്ഥം ദൈവജനത്തെ കൂടാതെ ദൈവത്തിന്റെ ആലയമില്ല. ദൈവജനത്തെ കൂടാതെ നമുക്ക് പ്രത്യേകമായ ഒരു പദ്ധതിയും രക്ഷയുമില്ല. ദൈവജനത്തോടുകൂടെ. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്: മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവജനത്തോടുകൂടെ ആയിരിക്കുന്നതാണ് ദൈവത്തിന് പ്രിയം. ഈ എഴുതിയതായിട്ടുള്ള സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം. ഇതുവരെ ഞാൻ അതല്ല കണ്ടത്, തിന്മയാണ് കണ്ടത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു: എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ തെറ്റ്. അതുകൊണ്ട് തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും ജനത്തിന്റെ സന്തോഷത്തിൽ നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നിന്റെ ജനത്തോടുള്ള കടാക്ഷം എന്നോട് കാണിച്ച് ആ ജനത്തിൽ ഒരുവനായി എന്നെ ചേർത്ത് നിന്റെ രക്ഷ എന്നെ കാണിക്കണമേ. നിന്റെ രക്ഷയ്ക്കായി എന്നെ ഒരുക്കണമേ. 8-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. 106. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു. ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ സങ്കീർത്തനക്കാരൻ സമ്മതിക്കുകയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങൾ പാപം ചെയ്തു. ഇന്ന് സമ്മതിക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. ഞങ്ങൾ മത്സരിക്കുന്നവരായിരുന്നു. പിതാക്കന്മാരെ പോലെ ഞങ്ങളും അവരിൽ ഒരുവനെ പോലെ മത്സരിക്കുന്നവരായിരുന്നു. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം: എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. എന്നിട്ടും അവരെ രക്ഷിച്ചു. അതാണ് ദൈവത്തിന് ജനത്തോടുള്ള സ്നേഹം. അതാണ് ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളോടുള്ള സ്നേഹം. എന്നിട്ടും അവൻ അവരെ രക്ഷിച്ചു. ഇന്ന് പകൽക്കാലം രക്ഷിക്കേണ്ടതിനാണ് മടങ്ങി വരവിൻ്റെ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മടങ്ങി വരവ് അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. മടങ്ങി വരേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഏതാണ്
നമുക്ക് വീഴ്ച വന്നിരിക്കുന്നത്? എവിടെയാണ് നമുക്ക് വീഴ്ച വന്നിരിക്കുന്നത്? ദൈവജനത്തോടുകൂടെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചു. ദൈവജനത്തോട് ചേർന്ന് കഷ്ടമനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു. എന്നാൽ ഇന്ന് എവിടെയാണ്? ഇന്ന് ദൈവം ചോദിക്കുന്നത് ഇന്ന് എവിടെയാണ് എന്നുള്ളതാണ്. ദൈവജനത്തോടു കൂടെയാണോ? ദൈവം വിശദീകരിച്ചതായിട്ടുള്ള ആലയത്തോടു കൂടെയാണോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ നന്മയാണോ കാണേണ്ടതിന്? ദൈവജനത്തിലാണോ ദൈവജനത്തോടു കൂടെയാണോ പുകഴ്ചയുള്ളത്? ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ വാഗ്ദത്ത രാജ്യം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കൊരു വചനത്തിലേക്കും കൂടി കടന്നു വരാം. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരാത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ദൈവത്തിന്റെ സ്നേഹം? ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകും. രണ്ടാമത് പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ഞാൻ അവരുടെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പുതിയ ആത്മാവിനെ തരുവാൻ കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായുള്ള ഹൃദയം നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സുണ്ട്. ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ പുതിയൊരു ഹൃദയം നൽകും, പുതിയ ആത്മാവിനെ നൽകും. കല്ല് പോലുള്ള ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം തരും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. തള്ളിക്കളയുന്നവനല്ല ദൈവം, ഉപേക്ഷിക്കുന്നവനല്ല ദൈവം, മറക്കുന്നവനല്ല ദൈവം. തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല ദൈവം. മടങ്ങി വരുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം. തർജ്ജനം ചെയ്യുക. പ്രബോധിപ്പിക്കാം. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ആ കാലത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? കർണരസമാകുമാറ്, കാണുവാനും കേൾക്കുവാനും രസമുള്ളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുന്നു. നാം എന്താണോ മോഹിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ വചനത്തിലേക്ക് അതിൻ്റെ പിന്നാലെ പോവുകയും അനേക ഉപദേഷ്ടാക്കന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ ആലയമാണ് സത്യം, ദൈവം അരുളി ചെയ്തതാണ് സത്യം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കൊരു മാറ്റവുമില്ല. ആ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ
കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഹല്ലേലൂയ. എവിടെ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? ആരിൽ കൂടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? ആരാണ് ദൈവമുണ്ട് എന്ന് നമ്മെ കാണിച്ചു തന്നത്? ആരാണ് നമ്മെ ഇതുവരെയും നടത്തിയത്? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് മറുപടി നൽകിയ ദൈവം ആരാണ് എന്നുള്ളതെല്ലാം മറക്കുന്നതാണ് ദൈവത്തോട് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം. ഇവിടെ എഴുതിയിരിക്കുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അതുകൊണ്ട് നീയോ സകലത്തിനും നിർമ്മതനായിരിക്കുക. തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർണരസമാകുമാറ് കേൾക്കുന്ന സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാര് പെരുക്കുന്നവരെ നീ കാണും. അവരോട് കൂടെ നീ പോകരുത്. രണ്ടാമത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്നതായിട്ടുള്ള ജനത്തെ നീ കാണും. അതിലേക്ക് നീ ചെല്ലരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന നീയോ സകലത്തിലും നിർമ്മതനായി. എന്റെ പ്രിയ മകനായ തിമോഥെയോസേ, എന്റെ നിജപുത്രനായ തിമോഥെയോസേ, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. രണ്ടാമത്തെ കാര്യം കഷ്ടം സഹിക്കുക. മൂന്നാമത്തെ കാര്യം സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇടവും വലവുമുള്ളവർ പല ഭാഗത്തേക്കും പോകും, പല കാര്യങ്ങളും ചെയ്യും, പല ഉപദേഷ്ടാക്കന്മാരെയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. സത്യത്തിന് ചെവി കൊടുക്കാത്തതായിട്ടുള്ള പലരെയും നീ കാണും. കെട്ടുകഥയിലേക്ക് പോകുന്നതായിട്ടുള്ള പലരെയും നീ കാണും. എന്നാൽ നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം. ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു, കാരണം നീ ദൈവത്തിന്റെ പ്രിയമകനായി തീരണം. നീ എന്നെ പോലെ കർത്താവിന്റെ ഒരു അനുകാരിയായി തീരണം. അതിനുവേണ്ടി നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം. കഷ്ടം നീ സഹിക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ദൈവം നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ നീ നിറപടിയായി നിവർത്തിക്കണം. ഇന്ന് ആരേൽപ്പിച്ചതാണ് നിവർത്തിക്കുന്നത്? നീ ഏറ്റതോ ദൈവം ഏൽപ്പിച്ചതോ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിന്റെ ശുശ്രൂഷ നീ നിറപടിയായി നിവർത്തിക്കുക. ദൈവം നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ നീ നിറപടിയായി നിവർത്തിക്കുന്നവനായിരിക്കണം. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ഞാനിപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ മരണകാലവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിച്ചു പോകുമ്പോൾ നീ വേറെ വഴിയിലേക്ക് പോകരുത്. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, നീ എന്നും എൻ്റെ നിജപുത്രനായിരിക്കണം. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നീ പോകരുത്. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാനോ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. തിമോഥെയോസിന്റെ കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ല, അല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളരുതാത്തതായിട്ടുള്ള വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. തിമോഥെയോസിനെ പൗലോസ് ഏൽപ്പിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ. നീ അവരെ ഓർമ്മപ്പെടുത്തുക. അതാണ് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്. 2-ാമത്തെ കാര്യം, സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട്
ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ നീ ശ്രമിക്കണം. ശ്രമിച്ചാൽ ദൈവം നിന്നെ നിർത്തും. പലരും ദൈവസന്നിധി വിട്ടുപോയത് ലജ്ജയുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ലജ്ജിച്ചു പോയി, ഞാൻ നാണിച്ചു പോയി, ഞാൻ തോറ്റുപോയി. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ നീ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അപ്പൊ വൃഥാ പറയുന്നതായ മറ്റു പല ഉപദേശങ്ങൾ പറയുന്നതായിട്ടുള്ള പലരുടെയും വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അതായത് ക്യാൻസർ രോഗം പോലെ ബാധിച്ച് അതിൻ്റെ സെല്ലുകളെല്ലാം ശരീരമെല്ലാം നശിപ്പിച്ചു കളയും. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ദൈവം വിശുദ്ധീകരിച്ച ആലയത്തിൽ നിന്ന് അകറ്റിക്കളയും. ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ജനത്തിൽ നിന്ന് അകറ്റിക്കളയും. അതൊരു ക്യാൻസർ രോഗം പോലെ തിന്നുകളയുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. രണ്ടുപേരെ കുറിച്ച് പറയുന്നു. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ തിമോഥെയോസിനോട് പറയുന്നത്, അവനോടൊപ്പമായിരിക്കുന്നതായ ജനമുണ്ട്, വിശ്വാസികളുണ്ട്, അവനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹുമനയോസും ഫിലേത്തോസും നമ്മുടെ കൂട്ടത്തിലല്ല, അവരുടെ കൂട്ടത്തിലാണ്. അവർ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അവർ വിശ്വാസം മറിച്ചു കളയുന്നവരാണ്. ഇവിടെ പലരുടെയും വിശ്വാസം മറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഹുമനയോസും ഫിലേത്തോസും പോലെ അവിടെ എഴുതിയിരിക്കുന്നത്, ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ ഒരുമിച്ച് ആരാധിക്കുന്നവരാകുന്നെങ്കിലും അത് വേറെ കൂട്ടമാകുന്നു. എന്നാൽ ഇന്ന് രണ്ട് കൂട്ടമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു കൂട്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ആ ഒരു കൂട്ടം? വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിനെ പോലെ നാം ഏക മനസ്സോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോയാൽ മാത്രമേ പൗലോസിന്റെ കൂട്ടത്തിലുള്ളവരായി തീരുകയുള്ളൂ. ദൈവത്തിന്റെ സ്ഥിരമായ എന്നാൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും, ആരെല്ലാം പിരിഞ്ഞു പോയാലും, രണ്ട് കൂട്ടമായി തീർന്നാലും, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഫിലേത്തോസും ഹുമനയോസും ദേമാസും അലക്സാണ്ടറും ആരൊക്കെ മറ്റുള്ള കൂട്ടത്തിലാകുന്നു എങ്കിലും ദൈവവചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. അവിടെ പൗലോസ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അപ്പോൾ സ്ഥിരമായ അടിസ്ഥാനം എന്നുള്ളത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവം അടിസ്ഥാനമിട്ടതായിട്ടുള്ള ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. രണ്ടാമത്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിനെ അറിയുന്നവരും ആരാധിക്കുന്നവരും ആരാകുന്നു എന്നല്ല കർത്താവ് പറയുന്നത്, തനിക്കുള്ളവരെ അവൻ അറിയുന്നു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ അവർ നമുക്കുള്ളതല്ല എന്ന് വെളിവാകേണ്ടതിനത്രേ. ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഈ ലോകത്തിൽ ആരറിഞ്ഞില്ല എങ്കിലും കർത്താവിനറിയാം അവനുള്ളവർ ആരാകുന്നു എന്നുള്ളത്.
കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു നമ്മുടെ മുദ്ര. അതാകുന്നു നമ്മുടെ മുദ്ര. അപ്പോൾ അനീതി വിട്ടകലുക. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. അപ്പോൾ എന്താണ് മടങ്ങി വരുവാൻ തടസ്സമായിട്ടുള്ളത് എന്നാണ് ദൈവം നമ്മെ കേൾപ്പിച്ചത്? എന്താണ് നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകൾ എന്നാണ് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ കേൾപ്പിച്ചത്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. രണ്ടാമത്തെ വാക്യം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരയണമേ. അതിനർത്ഥം ഏക മനസ്സോടും ഏകാത്മാവോടും ഏക സ്നേഹത്തോടും ഒന്നായി നിൽക്കുന്നതായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അവിശ്വാസം വരുവാൻ, പിന്മാറിപ്പോകുവാൻ, ഞാൻ എന്ന ഭാവം വരുവാൻ, നിഗളിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടവരരുതേ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ താൻ താഴ്ത്തി നിലവിളിക്കുവാൻ, ദുർമാർഗങ്ങളെല്ലാം വിട്ടുതിരിയുവാൻ, ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ വിശ്വാസത്തിലേക്കും കടന്നു വരുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ ദൈവം നമ്മോട് ചോദിക്കുന്നു. പ്രിയമുണ്ട് എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? ദൈവമേ, ഇല്ല, എനിക്ക് വീഴ്ച വന്നുപോയി, എന്നെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ. എല്ലാ ദൈവജനത്തോടുകൂടെ സന്തോഷിപ്പാൻ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണുവാൻ, നിന്റെ അവകാശത്തോടുകൂടെ പുകഴുവാൻ, എന്നെ കടാക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കണമേ, നിന്റെ രക്ഷ എനിക്ക് നൽകണമേ എന്ന് ഇന്ന് പകൽക്കാലം ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് വെറുതെ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുവാനല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വെറുതെ പറയുവാനല്ല, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധീകരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ ആയിരിപ്പാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമേ, നിന്റെ ജനത്തിൽ സന്തോഷിപ്പാൻ, ജനത്തോടുകൂടെ സന്തോഷിപ്പാൻ, അവരിൽ ഒരുവനായി തീരുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. അതാണ് ദൈവം ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എളിയവരോട് ചേർന്ന് എന്നെ മഹിമപ്പെടുത്തുവിനെന്നുള്ളതാണ്. അപ്പോൾ നാം ശ്രേഷ്ഠന്മാരല്ല, ആരും ശ്രേഷ്ഠന്മാരല്ല. നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നാണ്. ദൈവജനവും ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവരെല്ലാം ഒന്നാണ്. ദൈവജനത്തോട് കൂടെയാണ് നാം ആരാധിക്കേണ്ടത്. ദൈവജനത്തോടുകൂടെയാണ് നാം പുകഴേണ്ടത്. സ്വയമായി പുകഴുവാൻ ഒന്നുമില്ല. ദൈവജനത്തോടുകൂടെ പുകഴുവാൻ നീ എന്നെ സഹായിക്കണമേ. ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷകൾ നിറുപടിയായി നിന്റെ സന്നിധിയിൽ നിവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്ന ദൈവമുണ്ട്. അറിയുന്ന ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും മുഴങ്കാലിൽ നിൽക്കാം. നമുക്ക് 2 വരി ഗാനം പാടാം. എന്നെ നിൻ സന്നിധിയിൽ ഇന്നിതാ തന്നിടുന്നു, നിൻഹിതം പോൽ ചെയ്യുക ദേവാ, എൻഹിതം വേണ്ടതില്ലും, നിൻഹിതം പോൽ ചെയ്യുക ദേവാ, എൻഹിതം വേണ്ടതില്ലും. ദൈവസന്നിധിയിൽ അപ്രകാരം സമ്മതിക്കണം. ദൈവം എന്നെ നിന്റെ സന്നിധിയിലേക്ക് തരുന്നു. എൻ്റെ ഹിതം പോലെയല്ല, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ.
രണ്ടാമത്തെ അടിയിൽ പാട്ടുകാരൻ പ്രകാരം പാടുന്നു. നാളെത്രയോ പാഴാക്കി ഞാൻ ലോകത്തിൻ മോഹങ്ങൾക്കാ, നാളെത്രയോ പാഴാക്കി ഞാൻ ലോകത്തിൻ മോഹങ്ങൾക്കാ, ജീവിച്ചു നാളുകൾ നീക്കി പാഴ്മരുവിൽ ദൈവമേ, ജീവിച്ചു നാളുകൾ നീക്കി പാഴ്മരുവിൽ ദൈവമേ, എന്നെ നിൻ സന്നിധിയിൽ ഇന്നിതാ തന്നിടുന്നു, നിൻഹിതം പോ ചെയ്യുക ദേവാ, ഇൻഹിതം വേണ്ടതില്ലും, നിൻഹിതം പോ ചെയ്യുക ദേവാ, ഇൻഹിതം വേണ്ടതില്ലും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവമേ, നാളെ എത്രയോ ഞാൻ പാഴാക്കി, ലോകത്തിൻ്റെ മോഹങ്ങൾക്കായി ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിതമെല്ലാം അതിനായി ചെലവിട്ടു. നീ എന്നോട് കരുണ തോന്നണമേ. എന്നാൽ ഇതാ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം തരണമേ. ആദ്യ വിശ്വാസത്തിലേക്കും ആദ്യ സ്നേഹത്തിലേക്കും കടന്നു വരുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ.